മാള പഞ്ചായത്തിൽ ജലക്ഷാമവും ജലനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നു. നിർജീവമായ സ്കീം ലെവൽ കമ്മിറ്റികൾ പിരിച്ചുവിടാനും ജലനിധിയുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ പ്രത്യേക മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുത്തു. വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ട കുടിശ്ശിക തുക 9,42,00,000 രൂപയാണെന്നാണ് വിവരം. മാള പഞ്ചായത്തിൽ ജലനിധി പദ്ധതിയുടെ പ്രവർത്തനം താളം തെറ്റിയ സാഹചര്യത്തിലാണ് സ്കീം ലെവൽ കമ്മിറ്റികളെ പിരിച്ചുവിടാനുള്ള നീക്കം. ഭരണസമിതി വിലയിരുത്തൽ പ്രകാരം നിർജീവമായ കമ്മിറ്റികളുടെ പ്രവർത്തന ക്ഷീണം ജലക്ഷാമ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. കേരള വാട്ടർ അതോറിറ്റി മുഖേനയാണ് ജലനിധി പദ്ധതിയിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ഉപഭോക്താക്കൾക്ക് വിതരണം നടത്തുന്നതും നിരക്ക് പിരിച്ചെടുക്കുന്നതും സ്കീം ലെവൽ കമ്മിറ്റികളുടെ നിയന്ത്രണത്തിലാണ്. കുടിവെള്ള വിതരണവും നിരക്കും സംബന്ധിച്ച കരാറുകൾ പഞ്ചായത്തുകളും വാട്ടർ അതോറിറ്റിയുമായാണ്. അതിനാൽ കുടിശ്ശികയുടെ ബാധ്യത പഞ്ചായത്തുകൾക്കാണ്. പൈപ്പുകൾ പൊട്ടിയുണ്ടാകുന്ന വിതരണ നഷ്ടം കൂടുതലാണെന്ന പേരിൽ ആദ്യഘട്ടത്തിൽ ബിൽ തുക പൂർണ്ണമായി അടയ്ക്കാതിരുന്നതായും തുടർന്ന് മാസാന്ത ബിൽ തുകയുടെ പകുതി അടയ്ക്കാൻ ധാരണയായതായും അറിയുന്നു. എന്നാൽ മാളയും അന്നമനട പഞ്ചായത്തുകളും ഈ ധാരണ പാലിക്കുന്നില്ലെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ആരോപണം. കുടിശ്ശികയെ തുടർന്ന് പലവട്ടം കുടിവെള്ള വിതരണം നിർത്തിവെച്ചതായും ഓരോ തവണയും മന്ത്രിതല ഇടപെടലിനെ തുടർന്നാണ് വിതരണം പുനഃസ്ഥാപിച്ചതെന്നും സൂചനയുണ്ട്. ജലനിധി പദ്ധതിയിലേക്ക് നൽകിയ കുടിവെള്ളത്തിന്റെ കൊടുങ്ങല്ലൂരിലെ ആകെ കുടിശ്ശിക 29.31 കോടിയായി ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ മാള പഞ്ചായത്തിൻ്റെതു മാത്രം ഏകദേശം 9,42,00,000 രൂപയാണെന്നാണ് വിവരം. ഇത്രയും വലിയ ബാധ്യത ജലനിധിക്ക് വരുത്തിവെച്ച സ്കീം ലെവൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഭരണസമിതി തയ്യാറാവണമെന്ന് NDA മാള പഞ്ചായത്ത് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. BJP മാള മണ്ഡലം പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. മീഡിയ ടൈം മാള.